ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. നമ്മുടെ ഇവക്കുട്ടി കണ്ടു, ആ മഞ്ഞ കോളാമ്പിയുടെ മുകളിൽ നിറച്ച് പൂവുണ്ടായി നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം പൊട്ടിച്ചിട്ട് അവൾ ഇങ്ങനെ കൊണ്ടുവരിക. അവൾക്കത് നിൽക്കുന്നത് കാണുമ്പോഴേ, ഇതെന്താ കണ്ണത്? പൂവാ? ആ, എന്തിനാ പൊട്ടിച്ചേ? ഇവ പൊട്ടിച്ചേ? എന്തിനാ പൊട്ടിച്ചതെന്നാ ചോദിക്കണേ? ആ ആ ഒരു മഴ അങ്ങനെ കിട്ടിയെന്നായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ 2 മഴ പെയ്തു. അപ്പോഴത്തേനും പുല്ലുകൾ മുളച്ചേക്കുന്നത് കണ്ടു. നിറയെ പുല്ലുകളുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല തഴുതാമ, അതുപോലെ ചീര വിത്തുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലേ, ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അന്ന് നമ്മൾ തെങ്ങൊക്കെ മുറിച്ചതും ഒരു കുഴി കുഴിച്ചിട്ട് തെങ്ങും കുഴിയിൽ കുഴിച്ചിട്ട് എല്ലാം കൂടി മൂട്ടി എന്ന് പറഞ്ഞില്ലേ, അതങ്ങനെ അവിടെ അങ്ങനെ കുഴിയായിട്ട് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഞാൻ പറയാം, ഇന്നലെ പെയ്ത മഴയിൽ എത്രമാത്രം മുളച്ചുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് അല്ലേ, മനുഷ്യൻ്റെ ജീവിതത്തിലാണെങ്കിലും. അപ്പോൾ നമ്മുടെ ഈ വഴുതനക്കുട്ടൻ്റെ മുകളിൽ കണ്ട് കുറേ വഴുതനക്കുട്ടന്മാരുണ്ടായിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ അത് കാണിക്കേണ്ടായിട്ട് നിങ്ങൾക്ക് തൈക്കൾ വെച്ചതല്ല കേട്ടോ. പിന്നെ നമ്മുടെ ചെങ്ങലം പരണ്ട നമ്മളിത് മുറിച്ചെടുത്തു എന്ന് പറഞ്ഞില്ലേ, മുറിച്ചെടുത്തതും എണ്ണ കാച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാലിലെ നീരൊക്കെ പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോന്നും ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമല്ല, ചെയ്ത് കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുന്നത് കേട്ടോ. പിന്നെ അതേ മല്ലിയുടെ ഇലയാണ് കേട്ടോ, മല്ലിയാണിത് മുളച്ച് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചട്ടിയിൽ മല്ലി പാവിയിട്ടതാണ് ഞാൻ, വേറൊരു ചട്ടിയിൽ കൂടി കുറച്ചിങ്ങനെ പാവിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലും അപ്പോൾ ഇത് പാവിയിട്ട് നിൽക്കുമ്പോൾ മല്ലിയൊക്കെ മുളച്ച് വന്ന് നിൽക്കുമ്പോൾ രുക്കൂര് ഇത് എന്താ മനസ്സിലായില്ല, പനിക്കൂർക്കയുടെ തണ്ടൊക്കെ പൊട്ടിച്ചിട്ട് അവളിതിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറയും ചെയ്തു ഇത് മല്ലിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ. പിന്നെന്താ ചീരയൊക്കെ ഇങ്ങനെ കതിരിട്ട് നിൽക്കുകയാണ്, ചെടിയൊക്കെ ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു മനുഷ്യനും ഇതുപോലെയൊക്കെ തന്നെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. പറയാൻ കാരണം വേറൊന്നല്ല, എത്ര സ്നേഹമുള്ള ഭർത്താവാണെന്നുണ്ടെങ്കിലും ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഭാര്യയെ മനസ്സിലാക്കാനും അതുപോലെ ഭാര്യയെ കരുതലോട് കൂടി പിടിക്കാനും കഴിയുള്ളൂ കേട്ടോ. അല്ലാത്തൊരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ കാര്യമില്ല. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രമാത്രം നമ്മൾ കഷ്ടപ്പെട്ടു ഒരു സ്ത്രീ ഒരു കുടുംബം നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു വീട്ടമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ആ കഷ്ടപ്പാടുകളും കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരാളാണെന്നുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഭാര്യയെ ചേർത്ത് പിടിക്കാനും ആ ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ശ്രമിക്കും അല്ലേ. അപ്പം നമ്മുടെ ചട്ടിയിൽ കറിവേപ്പുള്ളതാണിത് കേട്ടോ. ഞാൻ അതിന് മുൻപ് കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇരുമ്പാമ്പുളി കണ്ടു, നിറച്ച് കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെട്ടിക്കളഞ്ഞതാണ് ഇരുമ്പാമ്പുളി. ആ വെട്ടിക്കളഞ്ഞ ഇരുമ്പാമ്പുളി വീണ്ടും ഉണ്ടായിട്ട് അതിൽ നിറച്ച് കായ ഉണ്ടായിട്ടുണ്ട്. നല്ല കണ്ടോ ഇരുമ്പാമ്പുളി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരുമ്പാമ്പുളി അധികം കൂട്ടിക്കഴിഞ്ഞാൽ കിഡ്നീനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ കാരണം കൊണ്ട് ഞാനും അധികമൊന്നും ഉപയോഗിക്കില്ല. കാരണം ഇവിടെ അമ്മയ്ക്കൊക്കെ ഷുഗർ ഉള്ളതല്ലേ, ഷുഗറുള്ളവർക്ക് പെട്ടെന്ന് ക്രിയാറ്റിൻ കൂടാനും കാര്യങ്ങൾക്കൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. കുറേ കയ്പ്പയ്ക്കകളൊക്കെ ഉണ്ടായി കേട്ടോ. പക്ഷേ ഈ 2 മഴ പെയ്തപ്പോൾ എല്ലാ കയ്പ്പയ്ക്കും പഴുത്തിട്ട് വീഴുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇപ്പോൾ പൊട്ടിക്കണമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കുമ്പളം ഉണ്ടാവണമൊക്കെ ഉണ്ട്, പിന്നെ മത്തും പൂലൊക്കെ ആയിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കൂടുതലായിട്ട് അതിനെ നിർത്തണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പളൊക്കെ കണ്ടു കേട് വന്ന് പോകുന്നുണ്ട് അവിടെ ഇങ്ങനെ കാണണ്ടോ നിങ്ങൾക്ക് എന്നുള്ളത് അറിയണില്ല എനിക്ക്, കണ്ടോ. അപ്പോൾ അങ്ങനെ കേട് വന്ന് പോകുന്നുണ്ട്. മത്തൻ്റെ 2 പൂലുണ്ടായിരുന്നു, രണ്ടും വീണ് പോയേക്കണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഉണ്ടാകുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. പക്ഷേ എല്ലാം അങ്ങനെ വീണ് പോകുമ്പോൾ അതൊരു വിഷമം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുമ്പളത്തിൻ്റെ ഇതുണ്ടായിട്ടുണ്ട് കേട്ടോ, പൂല്. പക്ഷെ അത് കണ്ടോ തുമ്പി കുത്തുക തോന്നുന്നുണ്ട്, കണ്ടോ. ഇങ്ങനെയാണ് ഇപ്പോൾ 2-3 എണ്ണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ കുമ്പളങ്ങനെ പടർന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ കുമ്പളത്തിനൊക്കെ അങ്ങോട്ട് വലിച്ച് കളയാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നിർത്തണില്ല, മഴ പെയ്തിട്ട് ഇനി വേറെ നമുക്ക് അപ്പുറത്തെ പറമ്പിലെല്ലാം വൃത്തിയായിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പയറൊക്കെ പടർന്നു പോയിട്ടുണ്ട്, കായ്പയും പടർന്നു പോയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ചില ഭർത്താക്കന്മാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മക്കൾ വെച്ചിട്ട് ഇങ്ങനെ വിചാരിക്കും, ഭാര്യേനെയൊക്കെ അവഗണിച്ചും കൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഈ മക്കൾ വലുതായി കഴിഞ്ഞാൽ അത്രയും ഭാര്യേനെ തന്നെ തള്ളി വിട്ടിട്ടുള്ള അച്ഛനെ വിട്ടിട്ട് മക്കൾ അവരുടെ ഭാര്യമാരെയും കൊണ്ടിട്ട്, അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കത് ബുദ്ധിമുട്ടാണ്, എൻ്റെ ഭാര്യയ്ക്ക് അത് വിഷമമാണ് അച്ഛൻ അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യമാരെയും കൊണ്ട് വേറെ പോയി താമസിക്കുന്നവരുണ്ട് കേട്ടോ.
അപ്പോൾ ഈ അച്ഛൻ മനസ്സിലാക്കണം, ഒരു ഒരു കാലം വരെ മക്കൾ ആയി കഴിഞ്ഞാൽ അവരവരുടേതായ ജീവിതത്തിലേക്ക് പോയാൽ പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടത് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ് വേണ്ടത് എന്നുള്ളത് ചിന്തിക്കണം. അത് ചിന്തിക്കണില്ല. അപ്പോൾ ലാസ്റ്റ് വയ്യാതെ ആകുമ്പോഴാണ് ഈ നോക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഭാര്യ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴത്തേനും സമയം കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനും അതുപോലെ തന്നെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും വിശ്വാസമൊക്കെ കൈമാറിയാൽ തന്നെ ജീവിതമാവുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ജീവിതം അങ്ങനെ കൊണ്ടു നടന്നില്ല വെച്ചാൽ വെറുതെ ഒരു ജന്മം ഇങ്ങനെ പാഴായി പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യമില്ല അല്ലേ. അതുകൊണ്ട് അപ്പോൾ അത് പരസ്പരം അങ്ങനെ മനസ്സിലാക്കാനും അതുപോലെ ജീവിക്കണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ട് ജീവിച്ചാൽ തന്നെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ അയ്യോ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, അവളെ ഞാൻ സ്നേഹിച്ചില്ല, അവളെ നോക്കിയില്ല, നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് സ്നേഹം കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ എല്ലാവരെയും ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും കരുതലോടുകൂടി ചേർത്ത് പിടിക്കാനും ഒക്കെ ശ്രമിക്കുക തന്നെ വേണം അല്ലേ. അല്ലാതെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾക്ക് അതിനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാകും. നഷ്ടപ്പെട്ടു പോയ വ്യക്തിക്ക് ഇത് വല്ലതും അറിയില്ല അല്ലേ. ജീവിതത്തിൽ അവരൊന്നും അനുഭവിക്കണില്ല, എപ്പോഴും മനസ്സമാധാനം കിട്ടണില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കരുതലും സ്നേഹവും കിട്ടാതെ മാനസികമായിട്ട് എത്രമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് നമ്മൾ പോയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ കൂടെ മീൻ വണ്ടി പോകുന്നുണ്ട്, കടപ്പുറം മീൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശബ്ദം ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു അതിഥി എത്തി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആൺമയിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷം, മഴയൊന്നുമില്ല, നല്ല ഇടിവെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ മഴ പെയ്യണില്ല കേട്ടോ. 2-3 ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അന്തരീക്ഷം. അപ്പോൾ അങ്ങനെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിട്ട് നിൽക്കുന്ന സമയത്ത് മയിലിൻ്റെ കരച്ചിൽ കേട്ടു കേട്ടോ. അപ്പോൾ എണ്ണയെ വിളിക്കുക തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കി നോക്കിയപ്പോൾ മയിലൊന്ന് പീലി വിരിച്ചു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ പീക്കോക്ക് ബ്ലൂ കാണാനായിട്ട് എന്താ ഭംഗിയെന്നറിയോ. പിന്നെ അത് കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ താഴെ പറമ്പിലേക്ക് ചാടി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ആ വീഡിയോ എടുത്തതാണ്. എന്തൊരു നീള മയിലിൻ്റെ പാലിന് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് പീലി കാണാൻ. പിന്നെ ആ പീക്കോക്ക് ബ്ലൂ എന്നൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഞാൻ അന്ന് കാണിച്ചു ഈ ചക്കകളൊക്കെ കണ്ടു. മഴ പെയ്തിട്ടാണോ എന്താണെന്ന് അറിയില്ല, കണ്ടു ഇങ്ങനെ ഒരു തരം പ്രത്യേക കളർ വരുന്നുണ്ട് കണ്ടോ. ഒന്നും നന്നല്ല. നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനും കൂട്ടാൻ വെക്കാനൊക്കെ കിട്ടിയിട്ട് നല്ലതായിരുന്നു. ഞാൻ ആ പറമ്പ് തൃശ്ശൂർ അയ്യന്തോളുള്ള ഒരു വ്യക്തിയുടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് ചക്കയൊക്കെ പൊട്ടിച്ചോളാനൊക്കെ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ ഈ കളർ കണ്ടുകൊണ്ട് ഞാൻ പൊട്ടിക്കാതിരുന്നതാണേ. അപ്പോൾ എപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, നമ്മൾ ഓർമ്മയോട് കൂടിയിട്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സഹായമാവാനും സ്നേഹിക്കാനും കരുതലോട് കൂടി പെരുമാറാനും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു. നല്ല കിളികളുടെ ശബ്ദം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം അല്ലേ, ഒരു പ്രത്യേക വൈബ് എന്ന് പറയും പുതിയ കുട്ടികളുടെ ഭാഷയിൽ അല്ലേ.